ഏറ്റവും വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ കുഴപ്പം, പഠിപ്പിക്കുന്നത് മൊത്തവും കാശുണ്ടാക്കാനും ജോലി മേടിക്കാനും അല്ലാതെ അറിവിന് വേണ്ടി ആരും പഠിക്കണില്ല. അത് പഠിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തിന് ഈ പുസ്തകം അടിച്ചിരിക്കുന്ന ഈ ഇന്നലെ ഞങ്ങള് പ്രദീപ് തെളിയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പ്രദീപ് തെളിയോട് സംസാരിച്ച ഒരു കാര്യം പറഞ്ഞു, ഈ കമ്പനിക്കാരാണ് സയന്റിസ്റ്റുകളെ നിയന്ത്രിക്കുന്നത്. അവരാണ് ശമ്പളം കൊണ്ടുവരെ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ആ കമ്പനിക്കാരൻ പറയുന്നത് നടപ്പിലാവുള്ളൂ, അവൻ കാശ് കൊടുക്കുന്നതാണ്. അപ്പൊ അവരെന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കമ്പനിക്കാരന്റെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഈ പഠിപ്പിക്കുന്ന ഡോക്ടർമാരെ പഠിപ്പിക്കുന്നത് അല്ലെ എഞ്ചിനീയർമാരെ പഠിപ്പിക്കുന്ന ആരെ പഠിപ്പിക്കുന്നു, അവൻ ഇതൊന്നും മനസ്സിലാവരുതെന്ന് വ്യക്തമായ അവർക്ക് അജണ്ടയുണ്ട്. അല്ല ആ അജണ്ട വെച്ചാൽ അവർ പഠിപ്പിക്കും. ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അത് ഒറ്റ കാര്യം നിങ്ങൾ മനസാക്ഷിയോട് ചോദിച്ചൂടെ, ഒറ്റ കാര്യം ചോദിച്ചൂടെ, നമുക്ക് എന്തെങ്കിലും മനസ്സിലാണ്ടോ? E=mc² എന്തുവാണ്? E=mc². ആർക്കെങ്കിലും അറിയാം? എല്ലാരും പഠിച്ചിട്ടില്ലേ? ആ നിന്റെ വെലോസിറ്റി അറിയാം. എന്ത് സാധനം? ആ നമുക്കിതറിയാം. E=mc². പഠിച്ചു, മാർഗം കിട്ടി. എന്ത് സാധനം? എവിടെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അത് അറിയണമെങ്കിൽ നിങ്ങൾ തിരിച്ചു വാ, പുരാണത്തിലേക്ക് വാ, മതത്തിലേക്ക് വാ. ഒരു കഴുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കിഴക്ക് നിൽക്കുന്ന മല പടിഞ്ഞാറ് വരുമെന്ന് ചുമ്മാതല്ല പറഞ്ഞേ. അതാണ് ഇത് സയൻസ് എന്ന് പറഞ്ഞാൽ. മാസ് അത് ഖരരൂപം, ദ്രവരൂപം, വാതകരൂപം, അത് കഴിഞ്ഞിട്ട് അല്ല ആറ്റം. അങ്ങനെ ആറ്റമായി എടുക്കുമ്പോൾ 1 ലിറ്റർ പെട്രോള് കൊണ്ട് ഒരു ബസ് അല്ല, 1 ലിറ്റർ പെട്രോള് എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അത് 1 ml പെട്രോൾ കൊണ്ട് അല്ലെ ഡീസൽ കൊണ്ട് അതിനെ വിഘടിപ്പിച്ചാൽ ഉണ്ടാകുന്നതായ എനർജി ഒരു ട്രാൻസ്പോർട്ട് ബസ് 20 കൊല്ലം നിർത്താതെ ഓടിക്കാൻ പറ്റുന്നതാണ് തിയറി. അതിന്റെ 10 ഇരട്ടിയാണ് ചെറുപ്പം നമ്മുടെ മനസ്സിന്റെ പവർ. അപ്പോൾ ഒരു മനസ്സ് വിചാരിച്ചാൽ നിഷ്പ്രയാസം അപ്പുറത്ത് മാറ്റാൻ പറ്റും. സയൻസ് ആണത്, തിയറിയാണത്. മനസ്സിലായ? അല്ല ചുമ്മാ ഒന്ന് എഴുതിയൊക്കെ ഓരോന്നിനെയും വ്യക്തമായ. ഒന്നുകൂടി ചോദിച്ചോട്ടെ, നിങ്ങളെന്താ പഠിച്ചത്? മോളെ വേണ്ട, മോളെ എന്താ പഠിച്ചോളെ? ഡിഗ്രിയാ? ഡിഗ്രിയാണ്. 1 മീറ്റർ സ്ക്വയർ തുണിക്ക് 100 രൂപ വില. 1/2 മീറ്റർ സ്ക്വയറിന് എത്ര രൂപ? 50 രൂപ. എത്രയാ? എത്രയാ? 50. എന്താ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രിയാ? ഞാൻ ഈ ഇരിക്കുന്ന എല്ലാരും ഡിഗ്രിക്കാരാ. ഇതാ നിങ്ങളുടെ ഡിഗ്രി. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ ഓരോ മീറ്റർ. 1/2 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ 1/2 മീറ്റർ. 0.5 × 0.5 0.25 എന്ന് നിങ്ങൾ പഠിച്ചു, മാർക്കും മേടിച്ചു, റാങ്കും മേടിച്ചു. എന്ത് വിവരം ഉണ്ടായി? ഒരു തുണി പോലും മേടിക്കാൻ യോഗ്യതയില്ലാത്ത നമ്മുടെ വിദ്യാഭ്യാസം നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ മനസ്സിലായോ? 25 നമുക്ക് മനസ്സിലാവില്ല. പഠിപ്പിക്കുന്ന ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞ ഒരു സാറ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിപ്പിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജുറീസ് ടു ഹെൽത്ത്. ഇത് വൈകിട്ട് പഠിപ്പിച്ചിട്ട് സാറ് ഷാപ്പില അവിടെ വെള്ളം അടിക്കുക, സിഗരറ്റ് പഠിക്കുക. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ആ പുള്ളിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അയാൾക്ക് മനസ്സിലായിരിക്കുന്നത് വെള്ളം അടിച്ച സുഖമാണെന്ന്. അതേ ആൾ ചെയ്തുള്ളൂ. എന്താണോ മനസ്സിലാകുന്നത് അത് മാത്രമേ പ്രായോഗികത്തിൽ വരുള്ളൂ. നിങ്ങളുടെ തലയിൽ എന്താണോ ഫീഡ് വെച്ചിരിക്കുന്നത് അത് മാത്രമേ പ്രായോഗികത്തിൽ വരുള്ളൂ. ഒരു കൊച്ച് വാ കെട്ടിയിട്ട് ഒരു മൂർഖമ്പാമ്പിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു പിടിച്ച് കടിക്കും വേണേ കല്ല് വെച്ച് ചതയ്ക്കും. നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു മൂർഖമ്പാമ്പിനെ വേണ്ട, ഒരു റബ്ബർ പാമ്പിനെ കൂടി ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ടി തലയിൽ കിടക്കുന്ന ചത്തും പോകും. കാരണം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഫീഡ് വെച്ചിട്ടുണ്ട് പാമ്പ് കടിച്ചാൽ ചാവുമെന്ന്. മനസ്സിലായോ? അത് നിങ്ങൾ ഓൺ ദി സ്പോട്ടിൽ നിഴല് കണ്ടപ്പോൾ തന്നെ ഫയൽ ഓപ്പൺ ചെയ്തു. അതുപോലെ നമ്മുടെ ആശുപത്രിയിൽ ചെന്ന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ക്യാൻസർ രോഗി ആയി കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീവിദ്യയും സച്ചിനും. ഇവരൊക്കെ അതിനകത്താണ് അഭിനയിച്ചത്. അവരവസാനം ആ അഭിനയിച്ച ക്യാൻസർ തന്നെയാണ് അവർക്ക് പിടിച്ചത്. മനസ്സിലാക്കി വെച്ചോണം. നിങ്ങളൊന്നും തലയ്ക്കകത്ത് കയറാത്ത വലിയ ഹിസ്റ്ററികളാണ് ഇതൊക്കെ. മനസ്സിനകത്താണ് എല്ലാ രോഗങ്ങളും പിടിക്കുന്നത്. ഒരു ഭ്രാന്തൻ എന്തുകൊണ്ട് അസുഖം വരുന്നില്ല? നല്ല ഭ്രാന്തന്മാർക്ക് അസുഖം വരില്ല. അവനുള്ളതേ ഉള്ളൂ. കാരണം അവനൊരു മണ്ണാണ്ടൊക്കെ അറിഞ്ഞൂടാ എന്തോന്ന് രോഗം. അവൻ കട്ടക്കിടക്കുന്ന വെള്ളം കോരി കുടിക്കുന്നു.
പട്ടിയും പൂച്ചയും എലിയും പാമ്പും അരണയും ഒക്കെ തിന്ന കുപ്പയ്ക്കകത്ത് പട്ടി അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു, രണ്ടുപേരും ഒരേ നിൽക്കുന്നു. അവൻ പിടിക്കുന്നില്ല, അവനൊന്നും ഉണ്ടാവുന്നില്ല. ഭ്രാന്തൻ കെട്ടിക്കിടക്കുന്ന വെള്ളം പോയി വാ കഴിയുന്നു, ഇല്ല, അവൻ അണുക്കളില്ല. ശബരിമലയിലെ പമ്പാ നദിയിൽ ലക്ഷക്കണക്കിന് കോഴിഫാം ബാക്ടീരിയകളാണുള്ളത്. അവിടെ കുളിക്കുന്നവരും കുടിക്കുന്നവരും അമൃതമായിട്ട് കുടിക്കുന്നു, അവനൊന്നും രോഗം ഉണ്ടാവുന്നില്ല. താഴേന്ന് മേലോട്ട് ശബരിമലയിലോട്ട് കയറിപ്പോന്ന ആത്മാരോഗികളോട് ചോദിക്കാം, അവൻ വിശ്വാസത്തോടുകൂടിയാണ് കയറുന്നതെങ്കിൽ അവന് പോയി തിരിച്ചു വരുന്ന വരെ ആത്മം ഉണ്ടാവില്ല. ചോദിക്കുന്നത് ഇത് മനസ്സിന്റെ ഭാഷയാണ്. ഒരു പിന്നെ ചിക്കൻ പോസ്റ്റ് പിടിച്ചവന്റെ വീട്ടിൽ പോയി ഇഷ്ടം പോലെ നിന്നോളൂ, ഒന്നും സംഭവിക്കില്ല. വീട്ടിൽ വരുമ്പോൾ ആരെങ്കിലും ഒന്നോ പറഞ്ഞാൽ മതി അവിടെ ചിക്കൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പിറ്റേ അവന് ചിക്കൻ പോസ്റ്റ് പിടിച്ചിരിക്കും. അപ്പൊ എവിടെ ഇതിന്റെയൊക്കെ ഗുളിമാരി ഇരിക്കണേ? ആദ്യം മനസ്സിൽ നിങ്ങൾ നമ്മുടെ എല്ലാവരും റിട്ടേൺ ടിക്കറ്റ് തന്നുകൊണ്ടാണ് എല്ലാത്തിനും വിട്ടിരിക്കണേ, ആണോ ഇല്ലയോ? ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാല് സമയമാകുമ്പോ എല്ലാം പോവും. അതുവരെ പേടിക്കാതെ ജീവിക്കുക. ഇപ്പൊ എന്റെ കാലിൽ 5-8 പ്രാവശ്യം തട്ടിയത്തേക്ക് അഹം. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ലാസ്റ്റ് തട്ടി കെട്ടിയത്. അന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ആശുപത്രി പാന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ? അമ്മ ആശുപത്രി കൊണ്ടുവച്ച് വല്ല ഹോട്ടലിലൊക്കെ വേണ്ടി വല്ല തിന്നാട്ട്, അതിനാണ് പറയുന്നത് കൊണ്ടുപോകാൻ. അപ്പൊ അമ്മ എന്ത് പറയുന്നറിയോ? ഓടാ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു. അവരെന്നെ ഗൗരവമായിട്ട് എടുത്തില്ല. ഇന്ന് നിങ്ങൾ ഇത് തട്ടിയാർത്തിക്കൊണ്ട് ആശുപത്രിയിൽ ചെന്നാൽ അവർ ഉടനെ പറയും, അയ്യോ അത് ഇൻഫെക്ഷൻ, കൂട്ടി ഒക്കെ എടുത്തോളൂ, അല്ലെങ്കിൽ ഇപ്പൊ കുഴപ്പം പഴിക്കും പിഴുക്കും എന്നൊക്കെ പറഞ്ഞ് വെരട്ടി വേണ്ടി വന്നാൽ ഇവിടെ പറയും ആ വെള്ളം കുറിച്ചാൽ അല്ലെ വേറൊരു ഇൻഫെക്ഷൻ വരും, അതുകൊണ്ട് ആ വെള്ളം വേണ്ട. ഇതല്ലേ ഇപ്പോഴത്തെ പുതിയ ഓരോരോ അവയവങ്ങൾ കൊണ്ട് രോഗം കൊണ്ട് ചെല്ലുമ്പോ അത് മുറിച്ചാലല്ലേ പറയുന്നത്, ആണോ ഇല്ലയോ? ശരിയോ? ഇപ്പൊ തന്നെ ചെന്നാൽ അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇവിടെ നാളെ ഇവിടെ കയറും, അതുകൊണ്ട് കരുതി ഇവിടെ വെച്ചാൽ മുറിച്ചോളാം, പിന്നെ അങ്ങോട്ട് മേലോട്ട് കയറത്തില്ല. ഇതല്ലേ ഇന്നത്തെ പുതിയ സംസ്കാരം, ഇതല്ലേ ശാസ്ത്രം, ഇതല്ലേ നിങ്ങൾ വിശ്വസിക്കണേ, ആണോ ഇല്ലയോ? ഇതൊക്കെ വിശ്വാസം തെറ്റി താൻ തോന്നുന്നു ഇങ്ങോട്ട് വന്നതല്ലയോ, ആണോ ഇല്ലയോ? ഇതുപോലെ